അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ 5 മത്സരം അടങ്ങുന്ന ഇന്ത്യ ഓസ്ട്രേലിയ 2020 പരമ്പരയ്ക്ക് വിരാമം. 2-1 ഇന്ത്യ പരമ്പര എടുത്തു. അവസാന കളി ഗാബയിൽ നടന്ന അവസാന കളി പാതി വഴി പോലും ആയില്ല. ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങി, ഒരു 5 ഓവറൊക്കെ ഉണ്ടായിട്ടുള്ള തോന്നുന്നു. ആവുമ്പോഴേക്കും ഇടിമിന്നൽ വന്നു, പിന്നാലെ മഴയെത്തി, കളി തടസ്സപ്പെട്ടു. പിന്നെ കളി നടന്നില്ല, കളി ഉപേക്ഷിച്ചു. എന്നിരുന്നാൽ പോലും 2-1 ലീഡോട് കൂടി ഇന്ത്യ ആ പരമ്പര ഇങ്ങെടുത്തു. 2-1 ഇന്ത്യ ഏകദിന പരമ്പര നഷ്ടപ്പെട്ടതിന് പകരമായി 2-1 ഇന്ത്യ 2020 അങ്ങനെ എടുത്തു. സൂര്യകുമാർ യാദവിന് പിന്നെയും ഒരു പൊൻതൂവൽ. സൂര്യകുമാർ യാദവ് പിന്നെയും ഒരു 2020 പരമ്പര എടുത്തിരിക്കുന്നു ആസ് എ ക്യാപ്റ്റൻ. അത് നല്ലൊരു കാര്യമാണ്. സഞ്ജുവിനെ അവസാന മത്സരത്തിൽ ടീമിലിടം കിട്ടിയില്ല. ജിതേഷ് ആണ് ടീമിൽ കണ്ടത്. സഞ്ജുവിൻ്റെ സ്ഥാനം ഇനി എവിടെ കിടക്കുന്നു എന്നറിയാൻ പറ്റില്ല. അപ്പോൾ ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട്. സഞ്ജുവിനെ ടീമിൽ കാണുമോ എന്താവുമോ എന്നറിയില്ല. ഇനി സൗത്ത് ആഫ്രിക്കയെതിരെ 2020 പരമ്പര വരുന്നുണ്ട്. അത് സഞ്ജു ഉണ്ടോ ഉണ്ടാവില്ല എന്ന് കണ്ടറിയണം. എനിവേ ഗില്ല് ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. കാരണം ഗില്ല് ഇപ്പോൾ കളിച്ചില്ലെങ്കിൽ ഗില്ലിനെ ടീമിലിടും. ഓട്ടെ, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇന്ത്യ ഓസ്ട്രേലിയയെ 2-1 തോൽപ്പിച്ചിട്ട് പരമ്പര ഇങ്ങെടുത്തു. അഭിഷേക് ശർമ്മ പരമ്പരയുടെ താരമായി. തുടർച്ചയായ രണ്ടാമത്തെ പ്രാവശ്യം. ഏഷ്യ കപ്പിലും അഭിഷേക് ശർമ്മയായിരുന്നു പരമ്പരയിലെ താരം. ഇന്ന് കഴിഞ്ഞ 2020 പരമ്പര ഓസ്ട്രേലിയക്കെതിരെ അഭിഷേക് ശർമ്മ തന്നെയാണ് പരമ്പരയിലെ താരം. ഓക്കെ, വെൽ ഡൺ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. എന്തായാലും വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ അല്ലേ, നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ.